ഹായ് ഹലോ, ഇപ്പോൾ സ്നേഹക്കൂടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂടില് ഇപ്പോൾ എല്ലാവരും ഹരിയും നമ്മുടെ സേതുവും എല്ലാവരും കൂടി ചേർന്നിട്ട് പല്ലവിയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടിലാണ്. പല്ലവിയുടെ മനസ്സിൽ സേതുവേട്ടനുണ്ടോ, പല്ലവിക്ക് സേതുവേട്ടനെ ഇഷ്ടമാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു ശ്രമങ്ങളിലാണ്. അവസാനം സേതുവിനെ അവസാനം ആ ഒരു പല്ലവിയുടെ വാക്കുകൾ സേതുവിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. അത് മാത്രമല്ല, അതിനുശേഷം നമ്മുടെ പുന്നമ്മടം വീട്ടിൽ സംഭവിച്ചതും മറ്റൊരു കാര്യമായിരുന്നു. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പല്ലവിയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി സേതുവിന്റെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പോൾ പല്ലവിയെ കൊണ്ട് തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തി. പല്ലവി നല്ല ബിരിയാണി ഒക്കെ ആയിട്ട് നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി ടേബിൾ നിറയെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സേതുവും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഹരി പറയുവാണ്, സേതുവേട്ടൻ വിഷമിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും സേതുവേട്ടന്റെ മനസ്സിൽ പല്ലവി ചേച്ചി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. അപ്പോൾ പല്ലവി ചേച്ചിയുടെ മനസ്സിൽ സേതുവേട്ടൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഹരി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇതിന്റെ ഇടയിൽ മിത്രനെ കൊണ്ട് പല്ലവിയുടെ മനസ്സറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഹരി ശ്രമിക്കുന്നത്. അങ്ങനെ മിത്രം പറയുവാണ്, സേതു, ഞാൻ കുറച്ച് ഫോട്ടോസ് നിനക്ക് കാണിച്ചു തരാം, അതിൽ നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സെലക്ട് ചെയ്യ് എന്ന് പറയുമ്പോൾ പല്ലവി കാര്യം എന്താണെന്ന് ചോദിക്കുവാണ്. അപ്പോഴാണ് മിത്രൻ പറഞ്ഞത്, സേതുവിനെ കൊണ്ട് ഒരു പെൺകുട്ടിയെ, സേതുവിന്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി. അപ്പോൾ ഒരു പെൺകുട്ടിയെ തിരയുവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസിൽ നിന്നും ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സേതുവിനോട് പറഞ്ഞത്. അയ്യോ, അതെ, സേതുവേട്ടനെ കല്യാണം നോക്കുവാണോ, അതെന്താ ഇപ്പൊ ഇങ്ങനെ? അല്ല, ഒറ്റന്തടിയായിട്ട് നടക്കുമല്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു കൂട്ട് തേടി കൊടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, സേതുവേട്ടനുള്ള പെൺകുട്ടിയെ ഞാൻ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മിത്രന്റെ ഫോൺ വാങ്ങിച്ചിട്ട് പല്ലവി തന്നെ ഓരോ ഫോട്ടോസ് സെലക്ട് ചെയ്യുവാണ്. ഇത് കണ്ടപ്പോൾ സേതുവിനും ഹരിക്കും എല്ലാവർക്കും ഒരുപാട് സങ്കടം തോന്നി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, പല്ലവി ചേച്ചിയുടെ മനസ്സിൽ ഒരിക്കലും സേതുവേട്ടൻ ആ ഒരു രീതിയിലില്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാത്രമേ ഉള്ളൂ എന്നും അത് സ്നേഹം പ്രണയമായിട്ടില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലായി. അതിന്റെ കൂടെ തന്നെ പല്ലവി ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇത് കൊള്ളാം എന്നുകൂടി പറഞ്ഞപ്പോൾ സേതുവിന് സങ്കടം തോന്നി. അങ്ങനെ സേതു ആരോടും ഒന്നും മിണ്ടാതെ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് എണീറ്റ് പോയി കൈയൊക്കെ കഴുകിയിട്ട് പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. ഇത് കണ്ടപ്പോൾ പല്ലവിയും തന്നെ ദേഷ്യപ്പെടുവാണ്. മിത്രേട്ടനാണ് കാരണം, ഇപ്പോൾ സേതുവേട്ടൻ വിഷമിക്കാൻ കാരണം മിത്രേട്ടനാണ്, ഈ ഫോട്ടോ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ പല്ലവി ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പല്ലവി കാരണമാണ് അവിടെ സേതു വിഷമിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അവിടെ പല്ലവിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം പല്ലവി അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ പല്ലവിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടു, സംസാരിച്ചു. അതിന്റെ കൂട്ടത്ത് സേതുവിനെ പറ്റിയുള്ള കാര്യങ്ങളും സംസാരിക്കുകയാണ്. ഇപ്പോൾ നീ എന്തായാലും മിത്രേട്ടൻ എന്നോട് നീയല്ലേ പറഞ്ഞത് മിത്രേട്ടൻ ഇതേപോലെ കല്യാണം കഴിക്കാനായിട്ട് കുറച്ച് പെൺകുട്ടികളെ കണ്ടുപിടിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന് പകരം നിനക്ക് ആ ഒരു വധു ആയിക്കൂടെ, സേതുവേട്ടനെ നിനക്ക് കല്യാണം കഴിച്ചുകൂടെ? കാരണം നിന്റെ കാര്യങ്ങളെല്ലാം സേതുവേട്ടന് നല്ലതുപോലെ അറിയാം. ആ ഒരു സാഹചര്യത്തിൽ നിനക്ക് സേതുവേട്ടൻ വിവാഹം കഴിച്ചൂടെ എന്നൊക്കെ അവിടെ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ, ഇപ്പൊ എനിക്ക് സേതുവേട്ടനെ ഇഷ്ടമാണ്, എന്റെ മനസ്സിൽ സേതുവേട്ടനുണ്ട്, പക്ഷേ ഒരു ഭർത്താവിന്റെ ഒരു രൂപമല്ല. എനിക്ക് ഒരു ഭർത്താവായിട്ട് ഒരിക്കലും സേതുവേട്ടനെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ഒരു നിലയിൽ മാത്രമേ എനിക്ക് സേതുവേട്ടനെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ എന്നൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു എന്തായാലും ഒരിക്കലും ഈ പല്ലവി മനസ്സിൽ സേതു ഒരു ഭർത്താവിന്റെ രീതിയിലല്ല എന്ന് അവിടെ മനസ്സിലായി. ഈ ഒരു സംസാരങ്ങളൊക്കെ കഴിയുമ്പോഴും അവിടെ സേതുവിന്റെ മനസ്സിലെ സങ്കടം മാറ്റാനായിട്ട് സങ്കടം സേതുവിന് കുറഞ്ഞിട്ടില്ല. അങ്ങനെ രാത്രി വന്നിട്ട് ഒരുപാട് മദ്യം കുടിക്കുകയും എന്നിട്ട് പല്ലവിയെ കുറിച്ച് സങ്കടങ്ങൾ പറയുകയും, പല്ലവി ഇനി എന്തൊക്കെ പറഞ്ഞാലും, ഇനി എന്നെ തള്ളി പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല, പല്ലവി എന്റെ മുഖത്ത് നോക്കി എനിക്ക് സേതുവേട്ടനെ വിവാഹം കഴിക്കാനായിട്ട് ഇഷ്ടമല്ല എന്ന് പറയുന്നത് വരെ എന്റെ നെഞ്ചിന്റെ അകത്ത് പല്ലവി കാണും എന്നൊക്കെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം തിരിച്ച് ഹരിയും സേതുവേട്ടനും കൂടി പുന്നമ്മടം വീട്ടിലോട്ട് പോവാനായിട്ട് തയ്യാറെടുക്കുവാണ്. അങ്ങനെ അവർ കാറിൽ തറവാട്ടിലോട്ട് പോവാണ്. ഈ സമയത്ത് അച്ചുവും സ്വാതിയും പിന്നെ നമ്മുടെ ഋതുവും കൂടി സിനിമ കാണാനായിട്ട് പോയി. സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അച്ചുവിന്റെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ട് അച്ചു പോയ സമയത്ത് തന്നെ സ്വാതി ഋതുവിനോട് പറയുവാണ്,
എന്നാലും അച്ചു ചേച്ചി ഒരുപാട് മാറി. അപ്പോൾ റിതുവും പറഞ്ഞു അച്ചു ഒരുപാട് മാറി. ആ ഒരു അച്ഛൻ്റെ മരണത്തിന് മുന്നേ തന്നെ സേതുവിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടിച്ചു കീറാനായിട്ട് നിൽക്കുന്നത് അച്ചു ആണ്. പക്ഷേ ഇപ്പോൾ സേതുവിനെ ഒരുപാട് സ്നേഹിക്കുന്നതും തൻ്റെ ചേട്ടനായിട്ട് കാണുന്നതും അച്ചു ആണ് എന്നൊക്കെ അവിടെ ഋതു പറയുമ്പോഴത്തേക്കും ആ ഒരു അച്ഛൻ്റെ മരണത്തിന് മുന്നേ അച്ഛൻ എന്തോ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ചു ഇപ്പോൾ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലായി. അതെന്തായാലും അറിയണം. അതിനുശേഷം ഹരിയെയും സേതുവിനെയും അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് അച്ചു കടയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് കാറിൻ്റെ അടുത്തോട്ട് വരുന്നത്. അച്ചു വന്ന ഉടനെ തന്നെ കാര്യങ്ങൾ ചോദിച്ചു. അച്ചു അച്ഛൻ എന്താ മരിക്കുന്നതിന് മുന്നേ തന്നെ നിന്നോട് പറഞ്ഞത്? കാരണം നീ എന്താ ഇപ്പോൾ സേതുവേട്ടനെ ഒരുപാട് സ്നേഹിക്കാൻ കാരണം? അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും സേതുവിനെ ഒരു ചേട്ടനായിട്ട് കാണണമെന്നും സ്വാതിയും ഋതുവിനെയും കൂടി നീ വേണം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ശരി ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ മരണത്തിന് മുന്നേ പറഞ്ഞതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കത്തില്ല. നീ വേണമെങ്കിൽ സേതുവിനെ ചേട്ടാന്ന് വിളിച്ചോ കണ്ടോ, അതിന് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു എന്തൊക്കെ പറഞ്ഞാലും ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും സേതുവിനെ തൻ്റെ ജ്യേഷ്ഠനായിട്ട് കാണാനായിട്ട് താല്പര്യമില്ല എന്നാണ് സേതുവും ഋതുവും കൂടി സംസാരിക്കുന്നത്. പക്ഷേ ആ കാറിൻ്റെ അകത്ത് കയറിയപ്പോഴും ആ ഒരു ഹോസ്പിറ്റലിൽ അച്ഛൻ അതല്ല സംസാരിച്ചത്. അങ്ങനെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം അച്ചു ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. എന്നിട്ട് ഒരുപാട് പൊട്ടി കരയുവാണ്. കാരണം അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്കുകൾ വല്ലാതെ അച്ചുവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നു. രാത്രി തന്നെ ഋതു തൻ്റെ ആ ഒരു ടെക്സ്റ്റൈൽസിലെ പണി കാര്യങ്ങൾ ആ ഒരു കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹരിയും സേതുവും കൂടി വരുന്നത്. അത് സേതു നല്ല കുടിച്ചിട്ട് ഫിറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സേതുവിനെ കണ്ടപ്പോൾ തന്നെ ഋതുവിന് ഭയങ്കര ദേഷ്യം വന്ന് നിൽക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അവിടെ മാധവന്റെ മരണത്തിന് മുന്നേ എന്തായിരിക്കും അച്ചുവിനോട് മാധവൻ പറഞ്ഞ ആ ഒരു രഹസ്യം? ആ രഹസ്യം അറിഞ്ഞതിന് ശേഷമാണ് സേതുവിനെ അച്ചു ഒരുപാട് സ്നേഹിക്കാനും തൻ്റെ ചേട്ടനായിട്ട് കാണാനും തുടങ്ങിയത്. അപ്പോൾ അതെന്തായിരിക്കും? ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റാ ബൈ.